People of God, great is the Lord and greatly to be praised. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം വലിയവനാണ്, അവൻ്റെ നാമവും വലിയതത്രേ. It is a deep honor to be in your midst in this worship experience. ഈ ആരാധന അനുഭവത്തിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തിന് നന്ദി പറയുന്നു. I bring greetings from all of our students, faculty, members of the Board of Trustees, alumni and staff of Columbia Theological Seminary in Decatur, Georgia. കൊളംബിയ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രവർത്തനങ്ങളിൽ വിവിധ നിലകളിൽ ഭാഗഭാക്കാകുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. These last few days have been unique and wonderful experiences being here with you. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട അവിസ്മരണീയമായ ദിവസങ്ങളായിരുന്നു. And it is at this moment that I invite you to open your hearts, your ears, your minds to the reading and the proclamation of God's word. നിങ്ങളുടെ സകല ഇന്ദ്രിയങ്ങളെയും ദൈവവചനത്തിലേക്ക് ഞാൻ ക്ഷണിക്കട്ടെ. I am also grateful for my brother Moti, who has been the interpreter in these last few days, and what an honor it has been. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായ പ്രസംഗം മലയാളത്തിലേക്ക് വ്യാഖ്യാനം ചെയ്യുവാൻ സഭ ചുമതലപ്പെടുത്തിയ പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കട്ടെ. Friends, please join our brother Moti as he will be reading from Matthew 5:13 to 20. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. You are the salt of the earth. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. You are the light of the world. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. These true attributes and promises associated with discipleship. ക്രിസ്തീയ ശിഷ്യത്വത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ രണ്ട് ധർമ്മ വിശേഷണങ്ങളും ക്രിസ്തീയ ശിഷ്യത്വം അനുസരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളും are indeed significant and sacred. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതും പവിത്രവുമാണ്. However, it is important to note
that along with these blessings, ഈ അനുഗ്രഹങ്ങളോടൊപ്പം മറ്റു ചില കാര്യങ്ങളും ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. there is an accompanying sense of responsibility that must be embraced. ഈ അനുഗ്രഹങ്ങളോട് ചേർന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും നാം നെഞ്ചിലേറ്റേണ്ടവരാണെന്ന് ഞാൻ പറയട്ടെ. Understanding one's identity is important. നമ്മുടെ ഓരോരുത്തരുടെയും ആളത്വവും സ്വത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. But living in alignment with that identity, എന്നാൽ ആ ആളത്വത്തോടും സ്വത്വത്തോടും ചേരുന്ന വിധത്തിൽ ജീവിക്കേണ്ടത് is a more profound challenge. അത് ഒരുപക്ഷെ സ്വത്വവിശേഷണങ്ങളെക്കാൾ കൂടുതൽ ആഴവും പ്രാധാന്യവുമുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. This necessity arises from a commitment to realizing ideals. സ്വർഗരാജ്യത്തിൻ്റെ ഉദാത്ത മാതൃകകൾ ആവിഷ്കരിക്കാൻ താല്പര്യമുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത ഉരുത്തിരിയുന്നത്. And the ideals I am talking about is of the kingdom of heaven in this present moment. ഇപ്പോൾ ഇവിടെ നാം അനുഭവിക്കുന്നതുമായ ദൈവരാജ്യത്തിൻ്റെ ഉത്കൃഷ്ട മാതൃകകളെയാണ് ഞാനിപ്പോൾ പരാമർശിച്ചത്. As opposed to merely anticipating its arrival in the future. ഇതിൻ്റെ നേരെ വിപരീതമാണ് ഈ ദൈവരാജ്യം ഏതോ ഒരു ഭാവി കാലത്തിൽ സ്ഥാപിക്കുമെന്ന് കരുതി വെറുതെ കാത്തിരിക്കുന്നത്. Engaging authentically with our identities as children of the Most High, അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയോടും സ്വത്വത്തോടും ചേരുന്ന തരത്തിൽ ജീവിക്കേണ്ടത് will contribute to the manifestation of these values in our current realities. അങ്ങനെ ജീവിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മിലൂടെയും ഈ ലോകത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. Learning is an active process that involves applying information. ക്രിസ്തീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സജീവമായ പ്രക്രിയയാണ്. അവിടെ നാം അറിയുന്നത് അതിൻ്റെ പ്രായോഗിക തലത്തിൽ നാം കൊണ്ടുവരുന്നു. And we apply this information in meaningful ways. നാം അറിയുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ സർഗാത്മകമായും അർത്ഥവത്തായും ആവിഷ്കരിക്കുന്നു. In the gospel story today, the disciples have gained a clear understanding of their identities. ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അവരാരാണെന്നും എന്താണെന്നും ഉള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ലഭിക്കുന്നുണ്ട്. But it is equally important for them to recognize the significance of that knowledge. തങ്ങൾ ആരാണ് എന്നറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ അറിവിനനുസരിച്ച് ജീവിക്കുക എന്നതും. Today's discussion centers around a fundamental question. ഒരു പ്രധാന ചോദ്യത്തെ ചുറ്റിയാണ് ഇന്നത്തെ ധ്യാനം ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. A question that encourages both reflection and discernment. ഒരേ സമയത്ത് അത് ചില മനനത്തിനും ചില തിരിച്ചറിവിനും സഹായകരമാകുന്ന ചോദ്യമാണ്. And the question is, what are you doing with your life? ആ ചോദ്യം എന്നത് വളരെ നിർണായകമാണ്. നിങ്ങളുടെ ജീവിതത്തെ വെച്ച് എന്താണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? We all contemplate this question at different stages of our lives. ജീവിതത്തിന്റെ പല ദശാസന്ധികളിലായിരിക്കും നമ്മളിൽ ഓരോരുത്തരും ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക. Yet life's difficulties, challenges and losses നഷ്ടങ്ങളും വേദനകളും പ്രതിസന്ധികളും വരുമ്പോൾ often prompt us to confront profound questions. ജീവിതത്തെ സംബന്ധിച്ച് ആഴമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നത് അത്തരം ചില സന്ദർഭങ്ങളിലാണ്. Questions about meaning and significance and purpose. ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ഉദ്ദേശ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ. These questions can be seen as a way of seeking a deeper connection with God. ഈ ചോദ്യങ്ങൾ എന്നത് കേവലം കൗതുക ചോദ്യങ്ങളല്ല, മറിച്ച് ദൈവവുമായി ആഴമായ ബന്ധത്തിനുള്ള അന്വേഷണമാണിത്. The text in Matthew explores a key theme from today's gospel. ഇന്നത്തെ സുവിശേഷ ഭാഗത്തു നിന്നും വിശുദ്ധ മത്തായി നിർണായകമായ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്.
which is a part of Jesus' Sermon on the Mount. അത് ഗിരിപ്രഭാഷണത്തിന്റെ വിശാലമായ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. In this discourse, Jesus addresses a particular audience. ഈ പ്രത്യേക വേദഭാഗത്ത് യേശു ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ശ്രോതാക്കളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. A particular audience he has identified as blessed. ധന്യരെന്നും അനുഗ്രഹീതരെന്നും യേശു തന്നെ അടയാളപ്പെടുത്തിയവരാണ് ഈ വിഭാഗം ആളുകൾ. The poor in spirit, ആത്മാവിൽ ദരിദ്രരായവർ, those who mourn, വിലപിക്കുന്നവർ, the meek, സൗമ്യതയുള്ളവർ, individuals who seek righteousness, നീതിക്കായി ദാഹിക്കുന്നവർ, the merciful, കരുണയുള്ളവർ, the pure in heart, ഹൃദയശുദ്ധിയുള്ളവർ, peacemakers, സമാധാനമുണ്ടാക്കുന്നവർ, and those who face persecution for their commitment to righteousness. നീതിയോടുള്ള പ്രതിബദ്ധത നിമിത്തം ഉപദ്രവം അനുഭവിക്കപ്പെടുന്നവർ. Living according to the Beatitudes is presented as a guiding principle. ഭാഗ്യവർണ്ണനകളിൽ പ്രതിപാദിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഈ അവസ്ഥയിലേക്കുള്ള പ്രധാന ഘടകം. A guiding principle for navigating life and a source of blessing for individuals. ജീവിതത്തിൽ ഏതു വഴിയെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സഞ്ചാര പഥങ്ങൾ നിർണയിക്കുന്നതിലും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാവുന്നതിലും നമ്മെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ഘടകമാണ്. It is interesting to note that this portion of Jesus' sermon highlights a particular notion. ഒരു പ്രത്യേക ധാരണയും പ്രത്യേക ബോധ്യവുമാണ് യേശു ഈ വേദഭാഗത്തിലൂടെ നമ്മോട് പറയുന്നത്. That knowledge without action can hinder the reality of our living in the kingdom of heaven. ദൈവരാജ്യത്തിൽ അർത്ഥവത്തായി ജീവിക്കുന്നതിന് നമുക്ക് പലപ്പോഴും വിഘാതമായി തീരാൻ സാധ്യതയുള്ളത് ഈ തിരിച്ചറിവില്ലായ്മയാണ്. In the church, there is often an abundance of information regarding Jesus. യേശുവിനെ കുറിച്ചുള്ള ധാരാളമായ അറിവുകൾ നമ്മിൽ ഓരോരുത്തരിലേക്കും അനുദിനം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. There is an abundant information about God. ദൈവത്തെക്കുറിച്ച് നിറയെ ധാരണകളും അറിവും നമുക്കുണ്ട്. There is an abundance of information regarding the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ധാരണകൾക്കാണെങ്കിൽ യാതൊരു പഞ്ഞവുമില്ല. However, this knowledge remains superficial, lacking practical application. എന്നാൽ ഇതൊന്നും ജീവിതത്തിൽ പ്രയോഗപഥത്തിൽ എത്തിക്കുന്നില്ലെങ്കിൽ ഈ അറിവുകളൊക്കെ വെറും ഉപരിപ്ലവമായ അറിവുകളാണ്. We tend to accumulate information merely for the sake of knowing. ചില സമയത്ത് അറിയാനുള്ള കൗതുകത്തിനു വേണ്ടി ആയിരിക്കാം നമ്മുടെ പല ദൈവാന്വേഷണങ്ങളും, rather than considering how it can positively impact others. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ സാരമായ രൂപാന്തരം വരുത്താം എന്നതിനേക്കാൾ കൗതുകം മാത്രമായിരിക്കും പലപ്പോഴും നമ്മെ നയിക്കുന്നത്. This text emphasizes the importance of translating knowledge ഈ വേദഭാഗം നൽകുന്ന ഒരു ശക്തീകരണം നമ്മുടെ അറിവുകളെ നമ്മൾ into meaningful action to truly embody the teachings of faith. വിശ്വാസത്തിന്റെ പ്രബോധനങ്ങളെ അർത്ഥവത്തായി ആവിഷ്കരിക്കത്തക്ക വിധത്തിൽ നമ്മുടെ അറിവുകളെ നാം പരിഭാഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു. People of God, in this section of the Sermon on the Mount, ഈ വേദഭാഗത്ത് നാം കാണുന്ന ദൈവജനം, Jesus inspires us to recognize that knowledge about God goes beyond mere understanding. ഇവിടെ യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ നാം നടത്തുന്ന ശ്രമങ്ങൾ കേവലം തലച്ചോറിന്റെ ഉദ്ദീപനത്തിനും തലച്ചോറിന് ആനന്ദമൂർച്ച നൽകുന്നതിനുമായി തീരരുത്. This text embodies God's very presence in our world. ഈ ലോകത്തിലുള്ള ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. It is not sufficient to simply know about God. ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നത് കൊണ്ട് എല്ലാം ആവുന്നില്ല.
as disciples, we are called to manifest God's activity within our lives. നമ്മുടെ ജീവിതത്തിൽ ഈ അറിവുകളെ പകർത്തുവാനും ആവിഷ്കരിക്കുവാനുമാണ് ശിഷ്യന്മാരെന്ന നിലയിൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. We are invited to embrace our identity as salt and light. ഈ ലോകത്തിൽ ഉപ്പായും വെളിച്ചമായും ജീവിക്കാനുള്ള നമ്മുടെ നിയോഗത്തെയും ധർമ്മത്തെയും നാം പരിണയിക്കേണ്ട, ചേർത്തു പിടിക്കേണ്ട കാര്യമുണ്ട്. Friends, I am greatly appreciative to God for my loving parents, ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, who were blessed by God to guide their only child ഈ ഏക മകനെ ദൈവത്തിലേക്ക് നയിക്കുന്നതിൽ, in understanding the transformative power of God. ദൈവത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയിൽ അവർ എന്നെ വളർത്തി. During my young adulthood, എൻ്റെ യൗവനത്തിൻ്റെ പ്രാരംഭ നാളുകളിൽ filled with questions about God's love and mercy, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു. because I was suffering severe traumatic experiences about the losses of loved ones in my life. എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാട് എന്നെ വളരെ ഭ്രാന്തമായ ഭയപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കൊണ്ടുപോയി. I recalled my parents and mentors who embraced me with their care. അങ്ങനെയുള്ള സ്തോഭജനകമായ സന്ദർഭങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഉപദേഷ്ടാക്കളെയും എൻ്റെ മാതാപിതാക്കളെയും ഞാൻ ഓർക്കുന്നു. They held me closely with their wisdom and personal testimony of God's healing. അവർ തങ്ങളുടെ കരുതൽ കൊണ്ടും ജ്ഞാനം കൊണ്ടും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ദൈവകൃപയുടെയും അടിസ്ഥാനത്തിൽ അവരെന്നെ വല്ലാതെ ചേർത്ത് പിടിച്ചു. They shared their vulnerability and the loving embrace of an almighty God. അവരുടെ നിസ്സഹായതയും ക്ഷിപ്ര വംശവധത്വവും എന്നോട് പറഞ്ഞതു കൂടാതെ തന്നെ പരമകാരുണികനായ ദൈവം എങ്ങനെയാണ് തങ്ങളെ ചേർത്ത് പിടിച്ചത് എന്നതും അവർ എന്നോട് പങ്കുവച്ചു. And they shared their experiences without fear of judgment. വിധിക്കപ്പെടുമെന്നോ തെറ്റിദ്ധരിക്കപ്പെടുമെന്നോ യാതൊരു ആശങ്കയും ഇല്ലാതെയാണ് അവരവരുടെ ദൈവാനുഭവങ്ങൾ എന്നോട് പറഞ്ഞത്. They demonstrated through their actions the profound impact of their blessedness. ദൈവാനുഭവം സമ്മാനിക്കുന്ന ജീവിതത്തിന്റെ ധന്യത എന്താണെന്ന് അത്തരം വർത്തമാനങ്ങളിലൂടെ അവർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. Despite the busyness of life, ജീവിതത്തിൽ ഏറെ തിരക്കുണ്ടായിരുന്നിട്ടും their intentionality in sharing the light of Christ ക്രിസ്തുവിന്റെ വെളിച്ചം പങ്കുവെക്കുന്നതിന് അവർ ബോധപൂർവമായി നിശ്ചയിച്ചു. has shaped my journey അത് എൻ്റെ യാത്രയെ കാര്യമായി സ്വാധീനിച്ചു. in being a pastor, ഒരു ഇടയനായി തീരുന്നതിലും, in being an educator, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരിക്കുന്നതിനും, in being an administrator, ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും, in being a parent, ഒരു രക്ഷിതാവായിരിക്കുന്നതിലും, allowing me to stand here today proclaiming the good news of salvation. എന്തിന് ഇവിടെ വന്ന രക്ഷയുടെ സുവിശേഷം പങ്കുവെക്കുന്നതിനുമെല്ലാം കാരണമായത് അതായിരുന്നു. And the good news of this day is a challenge for you and for me. ഈ വലിയ സുവിശേഷം നിങ്ങൾക്കും എനിക്കുമുള്ള വെല്ലുവിളിയാണ്. That we are to reclaim our blessedness. നമ്മുടെ ധന്യതയെ വീണ്ടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. Let us immerse ourselves in this vital lesson from the Sermon on the Mount. ഗിരിപ്രഭാഷണത്തിലെ ഈ നിർണായകമായ വേദഭാഗത്തേക്ക് നമുക്ക് ഊളിയിട്ടിറങ്ങാം. Delving into the dimensions of our human existence and the reality of our brokenness. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സന്നിഗ്ധമായ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ തകർച്ചകളിലേക്കും ഒക്കെ ഊർന്നിറങ്ങാൻ ഇത് നമ്മെ സഹായിക്കും. It is knowledge without action that fuels the persistence of racism in our society. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാത്തയുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഒരർത്ഥത്തിൽ വംശീയത പോലെയുള്ള എല്ലാ വേർതിരിവുകൾക്കും ഇന്ധനം പകരുന്നത്. It is knowledge without action that fuels the persistence of being marginalized from the grace of God. ദൈവകൃപയിൽ നിന്ന് നമ്മെ അന്യവൽക്കരിക്കുന്നത്
പ്രവൃത്തിയില്ലാത്തതായ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനങ്ങളാണ്. Notice that in this text that Jesus speaks in the present tense. ഇവിടെ യേശു സംസാരിക്കുന്നത് ഒരു വർത്തമാനകാല ഗ്രാമറിലാണ്. Affirming that we are salt and light now. അങ്ങനെ ഒരു വ്യാകരണം ഉപയോഗിക്കുന്നത് നാം ഇപ്പോൾ ഈ കാലത്തിൽ വെളിച്ചവും ഉപ്പായും ജീവിക്കണം എന്ന് പറയാനാണ്. Not in the distant future. ഏതോ ഒരു കാലത്ത് വരാനിരിക്കുന്ന ഒരു കാലത്തേക്കല്ല. His teachings conveys what the kingdom of God represents. ദൈവരാജ്യം എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഇന്ന് ആവിഷ്കരിക്കാനാണ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. And fundamentally who we are and how our lives in this new realm should shine. അതുകൊണ്ട് നമ്മൾ ആരായിരിക്കുന്നുവെന്നും നമ്മൾ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രകാശിതരായി പ്രബുദ്ധരായി ജീവിക്കേണ്ടതെന്നും ഈ വേദഭാഗം പറയുന്നു. Those who follow Jesus don't just sit back and enjoy abundant life. യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവർ വെറുതെ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് ഇങ്ങനെ സമൃദ്ധമായ ജീവിതം അനുഭവിക്കാനുള്ളവരല്ല. Or speak about its greatness. അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വെറുതെ വാചാലരാകാനല്ല. They engage in life that transforms the world and uplifts others. നാം പാർക്കുന്ന ലോകത്തെയും നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെയും രൂപാന്തരപ്പെടുത്താനും ഉയർത്താനും കഴിയുന്ന തരത്തിൽ ജീവിക്കുക എന്നതാണ് പ്രധാനം. You blessed ones, Jesus reminds us, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. are the salt of the earth and the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്നും ലോകത്തിന്റെ ഉപ്പാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. He does not say you may become the salt of the earth. നിങ്ങൾ ഒരു പക്ഷേ ലോകത്തിന്റെ ഉപ്പായി തീരും എന്നല്ല യേശു പറയുന്നത്. He does not say one day you probably will be the light of the world. ഒരു പക്ഷേ ഒരു ദിവസം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായേക്കാം എന്നല്ല യേശു പറയുന്നത്. Our blessedness is here now in this very moment. Hallelujah. നമ്മുടെ ധന്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിമിഷം ഈ ലോകത്തിലാണ്. ഹല്ലേലൂയ. Yet this blessedness is not just for us. എന്നാൽ ഇപ്രകാരമുള്ള ഒരു അനുഗ്രഹാവസ്ഥ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. It is a gift meant to be shared for the life and the transformation of the world. ലോകത്തിന്റെ ജീവനും രൂപാന്തരത്തിനുമായി ഈ ധന്യ അവസ്ഥയെ നാം പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. The Christian life thrives and flourishes in connection and care for others. അന്യോന്യമുള്ള ബന്ധത്തിലും പരസ്പരമുള്ള കരുതലിലുമാണ് നമ്മുടെ ക്രൈസ്തവ ആത്മീയത തഴച്ച് വളരേണ്ടത്. Through our actions, through our words, through everything that we are. നമ്മൾ എന്താണ് എന്നതിൻ്റെ പ്രകാശനമായ പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെയാണ് അത് സംഭവിക്കേണ്ടത്. If we do not infuse this world with Christ's essence, ഈ ലോകത്തിൽ നാം ക്രിസ്തുവിന്റെ സ്നേഹ സാന്നിധ്യത്തെ നിറയ്ക്കുന്നില്ലെങ്കിൽ we become like salt that has lost its flavor. അങ്ങനെയാണെങ്കിൽ നാം കാരമില്ലാത്ത ഉപ്പ് പോലെയായി തീരും. If we do not shine Christ's light into the darkness, അന്ധകാരത്തിൽ ക്രിസ്തുവിനെ പോലെ നാം വെളിച്ചം പകരുന്നില്ലെങ്കിൽ we are like a lamp hidden beneath a basket. അത് കട്ടിലിന് താഴെ ഒളിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് പോലെയോ ചെറുതിരി പോലെയോ ആയി തീരും. Without purpose, we are not living as the people Christ knows us to be. ഈ ഒരു കൃത്യമായ ഉദ്ദേശ്യങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നില്ലെങ്കിൽ നാം ദൈവജനമായി ജീവിക്കുന്നില്ല എന്നാണ് അർത്ഥം. And we then forsake our blessedness. അപ്പോൾ നാം നമ്മുടെ തന്നെ ധന്യാവസ്ഥയെയും ധന്യ പദവിയെയും ഉപേക്ഷിക്കുകയാണ്. We are the tastiness that enhances the lives around us. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരുടെ ജീവിതത്തിന് രുചി പകരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് പക്ഷേ അജിനോമോട്ടോ പോലെ ആവരുത്. We shine as the light that reveals the path of justice and the kingdom of God. ദൈവരാജ്യത്തിലെ നീതിയുടെ വഴികളിലേക്ക് വെളിച്ചം വീശുക എന്നതാണ് നമ്മുടെ ധർമ്മം. Jesus calls you and all in this blessed gathering to be flavorful and radiant.
തേജസ്സും ഓജസ്സുമുള്ളവരായി ജീവിക്കാനാണ് ദൈവം ഈ പന്തലിൽ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത്. To make a true difference for him in the world. ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ സാരമായ രൂപാന്തരം വരുത്തുവാൻ. Salt and light serve a greater purpose when they are shared and poured out. വെളിച്ചമായാലും ഉപ്പായാലും അത് പങ്കുവെക്കുകയും പകരപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. Knowledge without action leads to silence in moments of oppression. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാത്തതായ വിശ്വാസം പലപ്പോഴും ലിംഗവിവേചനത്തിനു നേരെ മൗനം പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. Allowing oppression of the poor. അത് ദരിദ്രരെ കൂടുതൽ ചൂഷണം ചെയ്യുന്നത് കണ്ട് നിശബ്ദരായിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. Marginalization of the vulnerable. ദുർബലരായിരിക്കുന്ന നിസ്സഹായരായിരിക്കുന്ന മനുഷ്യരുടെ പാർശ്വവൽക്കരണം കാണുമ്പോഴും നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നും. And neglect of the hungry to persist. വിശപ്പുള്ളവരെ വെറുതെ അയക്കാൻ നമുക്ക് തോന്നിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. This portion of the Sermon on the Mount challenges us to reflect on the church's mission. ഇത് സഭയുടെ നിയോഗത്തെയും ദൗത്യത്തെയും ഓർമ്മിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു വേദഭാഗമാണെന്ന് ഞാൻ കരുതുകയാണ്. To focus not just on doctrinal statements. To focus not just on doctrinal statements. ഇത് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് കേവലം വിശ്വാസത്തെ സംബന്ധിച്ച് ചില സിദ്ധാന്തങ്ങൾ ചമയ്ക്കുകയല്ല, but living out our beliefs in our daily lives. മറിച്ച് നമ്മുടെ വിശ്വാസങ്ങളെ അനുദിന ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. To channel our resources not merely into social statements. നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയെ കേവലം ചില പത്രപ്രസ്താവനകളിൽ ചുരുക്കുവാൻ പാടുള്ളതല്ല, but into meaningful activism. മറിച്ച് കുറച്ചുകൂടെ അർത്ഥവത്തവും സർഗാത്മകവുമായ ഇടപെടലുകളാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. To prioritize the pursuit of an active and relevant faith. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രസക്തമായ ഒരു വിശ്വാസത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. A faith that inspires and empowers believers. വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്നതും അവർക്ക് ബലം പകരുന്നതുമായ ഒരു വിശ്വാസം. Encouraging each one to embrace their own role that they are children of the living God. നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നാം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. As faithful witnesses and to think and act faithfully. നാം ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളാണ് എന്ന ഓർമ്മയിൽ ആ വിധത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. Enriching our faith and our community. അങ്ങനെ അതിലൂടെ നാം നമ്മുടെ വിശ്വാസത്തിലേക്കും നമ്മുടെ ചുറ്റിലുമുള്ള സമൂഹത്തിലേക്കുമാണ് എത്തുന്നത്. If you may recall, salt and light held significant value in the time of Jesus. യേശുവിന്റെ കാലത്ത് മാത്രമല്ല ഇന്നും വെളിച്ചവും ഉപ്പും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. As both were essential for sustaining life. ജീവിതത്തെ നിലനിർത്തുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ രണ്ട് കാര്യങ്ങളും. They are not easily produced by oneself. നമ്മൾ വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒന്നല്ല. Rather, they are gifts of God's creation. അത് ദൈവത്തിന്റെ സൃഷ്ടി നമുക്ക് നൽകുന്ന സമ്മാനങ്ങളാണ്. That require thoughtful effort to obtain and preserve. അതുകൊണ്ട് തന്നെ അത് ലഭിക്കാനും അത് സംരക്ഷിക്കാനും നാം വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. He calls on us to embody the roles of salt and light. വെളിച്ചവും ഉപ്പുമായി തീരുവാനാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. Salt that may have a stinging quality. ഉപ്പിനൊരു കുഴപ്പമുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ അത് നീറ്റൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. And light that can reveal uncomfortable truths. വെളിച്ചത്തിനുള്ള ഒരു പ്രശ്നം ചിലപ്പോഴത് നമുക്കൊട്ടും സ്വീകാര്യമല്ലാത്ത ചില സത്യങ്ങളെ അനാവരണം ചെയ്യും. This text in Matthew emphasizes the importance of active engagement. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളോടുള്ള സജീവമായ ഒരു ഇടപെടലും പങ്കാളിത്തവുമാണ്. Some of us today may hear Jesus' words. നമ്മളിൽ ചിലർ ഒരുപക്ഷെ യേശുവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ and feel the pressure to become someone we are not.
നമ്മളല്ലാത്ത എന്തോ ആയിത്തീരാനുള്ള ഒരു സമ്മർദ്ദം അതിലുണ്ടെന്ന് തോന്നിയേക്കാം. or to attain something we have yet to arrive at. ഇതുവരെയും നാം എത്തിച്ചേരാത്ത ഒരു സ്ഥലത്ത് എത്തിച്ചേരാനുള്ള ഒരു നിർബന്ധം അതിലുണ്ടോ എന്നും തോന്നിയേക്കാം. However, that's not what Jesus is saying. ഇത് രണ്ടായാലും അതല്ല യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. He doesn't instruct us to become salt. യേശു നമ്മളോട് ഉപ്പാകാൻ നിർദ്ദേശിക്കുന്നില്ല. He declares that we are already salt. മറിച്ച് യേശു നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപ്പാണ്. He doesn't ask us to become light. നിങ്ങൾ വെളിച്ചമാകണമെന്നല്ല യേശു നിർദ്ദേശിക്കുന്നത്. He affirms that we already are light. കർത്താവ് ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ വെളിച്ചമാണ്. We possess all that we need to be who we are meant to be. നാം എന്തായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിനുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അവൻ നിക്ഷേപിച്ചിട്ടുണ്ട്. Now we must embrace the life of those who have been blessed. അതുകൊണ്ട് തന്നെ ധന്യരായിരിക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. Living out our identity as salt and light. വെളിച്ചവും ഉപ്പുമാണ് എന്ന തിരിച്ചറിവിൽ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. For it's time to reclaim our blessedness. നമ്മുടെ ധന്യ പദവിയെയും അനുഗ്രഹാവസ്ഥയെയും തിരിച്ചു പിടിക്കേണ്ട സമയമാണിത്. Reclaiming our blessedness invites us to align our inner lives with our outer existence. നമ്മുടെ രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും പരസ്പര പൂരകമാക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. Our actions and beliefs should beautifully reflect and reveal one another. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയെയും പ്രവൃത്തി വിശ്വാസത്തെയും അന്യോന്യം പ്രതിഫലിപ്പിക്കുന്നതും പൂരിപ്പിക്കുന്നതുമാണ്. Our faith in Jesus, our prayerful lives, യേശുവിലുള്ള നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും and our blessedness must shine through in how we live. നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് ഇതൊക്കെ പ്രതിഫലിക്കുന്നത്. It must shine through in how we speak. അത് നാം എങ്ങനെ സംസാരിക്കുന്നു എന്നതിലും നിഴലിക്കുന്നുണ്ട്. It must shine through in how we act. അത് നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലും നാം ആരാണ് എന്നതിന്റെ ധ്വനികൾ കാണാം. Every aspect of our lives should form the bedrock of our relationship with everyone. അന്യോന്യമുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനമായി നാം ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. With family, അത് കുടുംബത്തോടുള്ള ബന്ധമാവട്ടെ, with friends, അത് സുഹൃത്തുക്കളോടുള്ള ബന്ധമാകട്ടെ, with strangers, അത് നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്തവരോടാകട്ടെ, and even enemies. അത് നാം ശത്രുക്കളെന്ന് കരുതുന്നവരോട് പോലെ ആണെങ്കിലും. Allow me to conclude by saying this. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ സമാപിപ്പിക്കട്ടെ. Believing in Christ is one thing. യേശുവിൽ വിശ്വസിക്കുക എന്നത് ഒരു കാര്യമാണ്. Living a public life that boldly express that belief is another. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സമഗ്രമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു പൊതുജീവിതം അത് മറ്റൊരു കാര്യമാണ്. For Matthew, the essence of our faith lies in our commitment to understanding God's identity. എന്നാൽ ദൈവം ആരാണ് എന്നറിയുന്നതാണ് വിശുദ്ധ മത്തായിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. For God is the great I am. ദൈവമാണ് ഏറ്റവും വലിയ ഞാനാകുന്നു എന്നത്. He is the rose of Sharon and the lily of the valleys. അവൻ ശാരോനിലെ പുഷ്പം പോലെയാണ്. He is the lion of Judah. അവൻ യഹൂദയുടെ സിംഹമാണ്. In Christ he is the resurrection and the life. അവൻ ക്രിസ്തുവിൽ നിത്യജീവനും പുനരുത്ഥാനവുമാണ്. He is the open door and the good shepherd. അവൻ ഒരു തുറന്ന വാതിലും നല്ല ഇടയനുമാണ്. Indeed, God is righteous and attentive to the poor in spirit. അവൻ ദൈവം നീതിമാനാണ്, അതുകൊണ്ട് തന്നെ ആത്മാവിൽ ദരിദ്രരായവരെ അവൻ ശ്രദ്ധിക്കുന്നു. While we may offer prayers and praises, നാം ഒരുപക്ഷെ സ്തോത്രങ്ങളും സ്തുതികളും പ്രാർത്ഥനകളും ഒക്കെ ദൈവത്തിന് അർപ്പിക്കുന്നുണ്ടാവാം. they are merely echoes, hollow echoes, if they do not shape our actions in this life. നാം ഉച്ചരിക്കുന്ന സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ നമ്മെ രൂപപ്പെടുത്തുന്നില്ലെങ്കിൽ അതൊക്കെ വെറും കീർവാണങ്ങൾ മാത്രമാണ്. Then friends, let us shift our focus
from merely voicing the truth about God, ദൈവത്തെക്കുറിച്ചുള്ള പരമമായ സത്യങ്ങൾ സംസാരിക്കുന്നവർ എന്നതിൽ നിന്ന് അപ്പുറമായി, but let us actively live out the truth. നാം പ്രഖ്യാപിക്കുന്ന സത്യത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. In Isaiah 58, verses 6 through 11, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ the prophet clearly outlines how we embody God's truth. നാം എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള സത്യം പ്രകടിപ്പിക്കേണ്ടതെന്ന് പ്രവാചകൻ സ്പഷ്ടമായി പറയുന്നുണ്ട്. We are called to break the chains of injustices. അനീതിയുടെ ചങ്ങലകളെ മുറിക്കുവാൻ, പൊട്ടിച്ചു കളയുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Lift the heavy burdens. അധ്വാനിച്ച് ഭാരം വഹിച്ച് തളർന്നവരെ ഉയർത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Free the oppressed. അടിമത്തം അനുഭവിക്കുന്നവരെ സ്വതന്ത്രരാക്കാൻ. And dismantle every yoke. എല്ലാ അടിമത്തത്തിന്റെ നുകങ്ങളെയും ഇല്ലാതെയാക്കാൻ. When our lives reflect this truth, ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കുമ്പോൾ our light will then shine like the dawn, banishing darkness. അപ്പോൾ അത് അന്ധകാരത്തെ അകറ്റുന്ന പ്രകാശമായി അത് നമ്മിൽ ജ്വലിക്കും. That light is the light and love and presence of Christ. ആ വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സാന്നിധ്യവും അല്ലാതെ മറ്റൊന്നുമല്ല. Our lives must reflect the good news of Jesus. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനമാവണം നമ്മുടെ ജീവിതം. Offering hope to the lost. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടവർക്കും അന്യതാബോധം അനുഭവിക്കുന്നവർക്കും അതിലൂടെ പ്രത്യാശ ലഭിക്കണം. Transforming death into life. മരണകരമായ ശക്തികളിൽ നിന്നും ജീവനിലേക്ക് മനുഷ്യരെ പിടിച്ചടുപ്പിക്കണം. Transforming shame into forgiveness. നിന്ന അനുഭവിക്കുന്നവർക്ക് മാനവും ക്ഷമയും ലഭിക്കുന്നതിന് അതിടയാക്കണം. Bringing those adrift back into the embrace of God's love. പല കാരണങ്ങൾ കൊണ്ടും അകന്നുപോയവരെ ദൈവത്തിന്റെ സ്നേഹവലയത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. For we were once lost and were found. നാമും ഒരിക്കൽ നഷ്ടപ്പെട്ടവരായിരുന്നു, എങ്കിലും അവൻ നമ്മെ കണ്ടെത്തി. We were once in darkness and have been brought to the light of Christ. ഒരിക്കൽ നാമും അന്ധകാരത്തിൽ ഉഴലുന്നവരായിരുന്നു, എങ്കിൽ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മെ നിത്യപ്രകാശത്തിലേക്ക് നടത്തി. Today, let us rise and let us say that we are reclaiming the blessedness of God in our lives. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയാം, നമുക്ക് ദൈവം ക്രിസ്തുവിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ധന്യത വീണ്ടെടുക്കാൻ നിശ്ചയിക്കുന്നുവെന്ന്. Delaying won't serve us well. Delaying in our response won't serve us well. നമ്മുടെ ഈ ഒരു പ്രതികരണം വൈകിപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. Because there is a world in dire need of the light and salt found in this great tent. വെളിച്ചമാകാനും ഉപ്പാകാനുമുള്ള നമ്മുടെ നിയോഗത്തെ വൈകിപ്പിക്കരുത്. കാരണം വെളിച്ചത്തിനായും രുചിക്കായും ദാഹിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം നമ്മുടെ സമൂഹത്തിലുണ്ട്. For you have been blessed to bless the world. നാം ലോകത്തെ അനുഗ്രഹിക്കാനായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്. May the peace of our Lord and Savior Jesus the Christ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുവിന്റെ സ്നേഹവും സമാധാനവും, the love of the Almighty God, അത്യുന്നതനായ ദൈവത്തിന്റെ സ്നേഹവും, and the communion and fellowship of the Holy Spirit be with us today and always. പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മിലും നമ്മുടെ ഇടയിലും ഇന്നും എന്നും ഉണ്ടായിരിക്കട്ടെ. Amen. ആമേൻ.